വീണ്ടും കണമലയിലേക്ക് തന്നെയാണ്. ഇവിടെ ഒരു ഭാഗത്ത് കണമലയിൽ വനംവകുപ്പ് ഓഫീസിലേക്ക് പ്രതിഷേധം നടക്കുന്നതോടെ മറ്റൊരു വാർത്ത കൂടി പത്തനംതിട്ടയിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. പത്തനംതിട്ട കടമ്പനാട്ട് രണ്ടുപേരെ കാട്ടുപന്നി ആക്രമിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. ഇരുവർക്കും കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരാളുടെ പരിക്ക് ഗുരുതരമാണ്. സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. വലിയ രീതിയിൽ എന്തായാലും ഈ വന്യമൃഗശല്യം അത് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പത്തനംതിട്ടയിൽ ഒരു ഭാഗത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മനുഷ്യന് ജീവൻ നഷ്ടപ്പെടുന്നു, ഒരു കുടുംബം അനാഥമാകുന്നു. മറ്റൊരു ഭാഗത്ത് അല്പസമയം മുൻപാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിന്റെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കണമലയിൽ വനംവകുപ്പ് ഓഫീസിനെതിരെ ജനങ്ങൾ ഉയർത്തുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു ഓഫീസ്, എന്തിനാണ് ഇവിടെ ഓഫീസും ഈ കെട്ടിടവും ഉദ്യോഗസ്ഥരും എന്ന് ചോദിക്കുകയാണ് അവിടെയുള്ള ജനങ്ങൾ. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമുണ്ട്. വലിയ രീതിയിൽ ജനങ്ങൾ, സാധാരണക്കാരായ മനുഷ്യർ സംഘടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഓഫീസിന് മുന്നിലേക്ക്. എത്ര തവണ പരാതി പറഞ്ഞിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഈ ഒരു ഈ അവരുടെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനോപാധിക്ക് ഈ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം രാത്രിയിലാണ് പലപ്പോഴും ഈ കാട്ടാനകളും ഈ വന്യമൃഗങ്ങൾ ഈ വീടിന്റെ പരിസരത്തേക്കും കൃഷിയിടത്തിലേക്കും മറ്റും വരുന്നത്. ആ സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചാൽ പോലും കിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ ഓഫീസ്, പിന്നെ എന്തിനാണ് ഈ ഉദ്യോഗസ്ഥർ എന്ന് ചോദിക്കുകയാണ് അവിടെയുള്ള മനുഷ്യർ, അവിടെയുള്ള ജനങ്ങൾ. ഞങ്ങളെ വനം കൊള്ളക്കാരായിട്ട് ചിത്രീകരിക്കുവാൻ ഇവിടുത്തെ വനംവകുപ്പ് ശ്രമിക്കരുത് എന്നൊരു എളിയ അഭ്യർത്ഥനയോടെ നിർത്തുന്നു. അതേസമയം സുഹൃത്തുക്കളെ, ഈ സമരത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച തെയ്യാച്ചൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ സമരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയ മത സമുദായ പരിഗണനകൾക്കപ്പുറം ഒരു പ്രദേശത്തെ ജനങ്ങളുടെ അതിജീവനവുമായി കണമല എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ വർഷം കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ട സ്ഥലമാണ്. അവിടെയാണ് ഇന്ന് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മനുഷ്യന് വീണ്ടും ജീവൻ നഷ്ടമായത്. ഇപ്പോൾ തന്നെ പത്തനംതിട്ടയുടെ പല ഭാഗങ്ങളിൽ നിന്ന് കാട്ടുപന്നിയുടെ ആക്രമണത്തിന്റെ വാർത്തയും വിവരങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ശാശ്വതമായ ഒരു പരിഹാരം ആവശ്യമാണ്, അനിവാര്യമാണ് ഒരു ഇടപെടൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ജനങ്ങൾ അവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്.